ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കരുതിയ എനിക്ക് ഞാനൊന്നുമല്ലെന്നുള്ള തിരിച്ചറിവുണ്ടാക്കി തന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. എൻ്റെ 10th കഴിഞ്ഞതും എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ സൗദിയിലോട്ട് പാക്ക് ചെയ്തു. ഞാൻ അവിടെ കാല് കുത്തിയത് കൊണ്ടാണോ എന്നറിയില്ല, അപ്പം തൊട്ട് എൻ്റെ ഉമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവും. അപ്പോൾ എൻ്റെ ഉപ്പ സ്ഥിരമായിട്ട് അടിക്കുന്നൊരു ഡയലോഗുണ്ട്, എൻ്റെ കുട്ടി ഉണ്ടാക്കിയ അടിപൊളിയായിട്ടുണ്ടാവുമെന്ന്. അതിൽ വീണ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന പരീക്ഷണങ്ങളൊക്കെ അടുക്കളയിൽ നടത്തി. പിന്നെ അടുക്കള എൻ്റെ ഭരണമായി മാറി. യൂട്യൂബ് നോക്കിയും ഉമ്മാൻ്റെ ഹെൽപ്പോട് കൂടിയും ഞാൻ ബിരിയാണി, പൊറാട്ട, പത്തിരി, സാമ്പാർ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ 2 കൊല്ലത്തിന് ശേഷം എന്നെ പെണ്ണ് കാണാനായിട്ട് എൻ്റെ അമ്മായിമ്മ വന്നു. അപ്പോൾ എൻ്റെ അമ്മായിമ്മനോട് എൻ്റെ ഉമ്മ പറഞ്ഞതാണ്, അവളെ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നെ സൗദിയിലോട്ട് പാർസൽ ചെയ്തത് ഇവരെന്നെ കുക്കിംഗ് പഠിപ്പിക്കാനാണോ എന്ന്. അവളിപ്പോൾ ഓളായി മാറിയപ്പോഴോ എൻ്റെ അമ്മായിമ്മയ്ക്ക് പരാതി, ഓൾക്ക് താളിപ്പ് പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. എന്തൊരു കഷ്ടം! താളിപ്പ് എന്താന്ന് പോലും അറിയാത്ത എനിക്ക് താളിപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ അറിയാനാ? മുരിങ്ങ താളിപ്പ്, തക്കാളി താളിപ്പ്, പപ്പടത്താളിപ്പും മുട്ടത്താളിപ്പടക്കം ഉണ്ട്. വല്ലാത്ത സംഭവം തന്നെ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പാലക്കാടും മലപ്പുറവും വല്ല ഇന്ത്യ പാകിസ്ഥാനാണോ എന്ന്. കാരണം ഫുഡിൻ്റെ കാര്യത്തിൽ ഒട്ടും ഒരു ബന്ധമില്ല. നമുക്കെല്ലാത്തിനും തേങ്ങ അരച്ച് വയ്ക്കണം. മീൻകറിയിൽ, കോഴിക്കറിയിൽ, ഇപ്പം ഇതിന് മുരിങ്ങക്കറിയിലടക്കം തേങ്ങ വേണം. പക്ഷേ ഇവർ പുട്ടിന് മാത്രമേ തേങ്ങ കൂട്ടണേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ അമ്മായിയമ്മ എന്നെ ഈ താളിപ്പ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കേട്ടോ. സംഭവം എളുപ്പമാണ്, ടേസ്റ്റും സൂപ്പർ, പണിയും എളുപ്പം. പിന്നെന്താ ഉണ്ടാക്കിയാൽ ഞാൻ പിന്നെ എന്നും താളിപ്പിൻ്റെ ആളായിട്ടോ. പക്ഷേ ഇതിൻ്റെ ഒപ്പം വല്ല കോഴി പൊരിച്ചതോ മീൻ പൊരിച്ചതോ ഇല്ലെങ്കിൽ ഇറങ്ങാൻ കുറച്ച് പണിയാണ്. ചോറ്റിൽ ഇങ്ങോട്ട് ഒഴിച്ചാൽ അങ്ങോട്ട് പോയി നിൽക്കും, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും ഒരു പ്രശ്നമില്ല. ചെറിയുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയിട്ട് തക്കാളിയും ഉപ്പും ഇട്ട് നല്ലോണം വേവിക്കുക. അതിനുശേഷം കഞ്ഞിവെള്ളം ഒഴിക്കുക. കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കുറുകിയ വെള്ളം ഒഴിക്കരുത്, കുറച്ച് ലൂസാക്കി ഒഴിക്കണം. അത്രയേ ഉള്ളൂ. എന്നാൽ ഓക്കെ, ബായ്.